ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി ആളെ നമ്മുടെ അക്വേറിയത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്ന അക്വേറിയത്തിൻ്റെ വീഡിയോസ് ആയിരുന്നു ചാനലിലെ സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ. അപ്പോൾ ഈ പ്ലാനറ്റ് അക്വേറിയം ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് വ്യൂസും കാര്യങ്ങളും ഓരോരുത്തർ എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു അക്വേറിയമാണ്, നമ്മുടെ സാധാരണ പുഴമണലിൽ ചെയ്തെടുത്ത അക്വേറിയമാണ്. ഇപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇത് ചെറിയൊരു അപ്ഡേഷൻ തരാമെന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് പറ്റിയിട്ടുണ്ടെന്നും നമുക്കിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നും എല്ലാ കാര്യങ്ങളിലും ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അക്വേറിയം സംബന്ധിയായ എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ട് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലാന്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. മാത്രമല്ല ഈ അക്വേറിയത്തിനെ പറ്റിയുള്ള ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ് ആയാലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിൽറ്റർ ആയാലും എല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഫിഷസ് ഏതൊക്കെയാണെന്ന് പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു പ്ലെയിൻ ലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അക്വേറിയം ഉണ്ടാക്കുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ 1 വർഷം കഴിഞ്ഞുള്ള എന്തോ കാര്യങ്ങളാ മാറ്റം വന്നേ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ടോപ്പ് കവറിലോട്ട് നോക്കാം. ഈ ടോപ്പ് കവർ ഞാൻ ഉണ്ടാക്കി എടുത്തിരുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് കവർ ഉണ്ടാക്കി എടുത്തിട്ട് ഇപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ, ഒരു ചെറിയ കറുത്തിരിക്കുന്നുണ്ടോ? ഇത് ഈ ചെറിയ ചെല്ലുമാതിരിയുള്ള സാധനം കയറിയിരിക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ അകത്തോട്ട് ഈ കെല്ലും അങ്ങനെയുള്ള സാധനങ്ങൾ ഈച്ചയൊക്കെ കയറും. അങ്ങനെ കയറിയിരിക്കുന്നതാണിത്. അപ്പം അങ്ങനെ കുറച്ച് വൃത്തികേടുണ്ട് നമുക്ക് കാണാനായിട്ട്. ഒറ്റ നോട്ടത്തിൽ കാണത്തില്ല, ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കറുത്ത ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ടോപ്പ് കവറിൻ്റെ അവസ്ഥ. പിന്നെ ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ലതായിട്ട് കണ്ടോ, ഈ സൈഡിലെല്ലാം കാൽസ്യം ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം മാറുന്നുണ്ടായിരുന്നു, എന്നിട്ടും അത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് മെയിനായിട്ട് ഇഷ്യൂ വന്നത് എൻ്റെ ഇതിനകത്ത് വെച്ചിരുന്ന ടൈമർ കേടായിപ്പോയാണ്. ടൈമർ സ്വിച്ച് കേടായിപ്പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഫുൾ ടൈം കത്തി കിടന്നു. ഞാൻ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട് ഇതിനകത്ത് ബ്ലാക്ക് ആൽഗെ കയറി പിടിച്ചിരിക്കുകയാണെന്ന് കാണുമ്പോൾ അറിയാം. ചെടിയുടെ എല്ലാ ഭാഗത്തും ബ്ലാക്ക് ആൽഗയാണ്, നമ്മുടെ ഗ്ലാസ്സിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ ശകലം പാടാണ് കേട്ടോ. അപ്പോൾ ഇത് പിടിക്കാതെ മാക്സിമം നോക്കണം നമ്മൾ. ഇത് പിടിച്ചു കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ബ്ലാക്ക് ആൽഗി ഇത്രയും പടർന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര ഇത് കളയാൻ ശ്രമിച്ചാലും ഈ ബ്ലാക്ക് ആൽഗി ഇങ്ങനെ വീണ്ടും പെരുകിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു വൃത്തികേട് നമ്മുടെ അക്വേറിയത്തിനുണ്ട്. അപ്പോൾ നിങ്ങളൊരു അക്വേറിയം പണിയ സമയത്ത് നിങ്ങൾ ലൈറ്റിങ്ങിൻ്റെ കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അന്ന് വെച്ച ട്യൂബ് ലൈറ്റ് തന്നെയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. നമ്മളന്ന് യൂസ് ചെയ്ത ഹാവൽസിൻ്റെ ട്യൂബ് ലൈറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ ഫ്രെയിം ഇളക്കി കളഞ്ഞിട്ട് അതിൻ്റെ LED സ്ട്രിപ്പ് മാത്രമായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ പ്ലാന്റ്സ് എല്ലാം ഞാൻ ഒത്തിരി അധികമായിട്ട് വളർന്നു കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ ഏതോ ഒരു പ്ലാന്റ് വിട്ടിട്ടപ്പം 2-3 ഇതിലത്തെ ഒച്ചാന്ന് തോന്നുന്നു പറയുന്നത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള കുറച്ച് സാധനം ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കയറിയോണ്ട് തന്നെ ഇതങ്ങ് പെറ്റ് പെരുകി. ഇതങ്ങ് പെറ്റ് പെരുകിയിട്ട് ഇതിനകത്ത് നിറച്ചുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഇതുകൊണ്ടൊക്കെ വലുതിനെ കാണുന്നതെല്ലാം പറക്കി കളഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇത് പക്ഷേ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇനി ഇതെല്ലാം ഈ ചെടിയുടെ ഈ ലീഫെല്ലാം കടിച്ച് മുറിച്ചിടുന്നത് ഇതാണെന്നും അറിയത്തില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതിനെപ്പറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ എൻ്റെ എഗ്ഗാണെന്ന് തോന്നുന്നു ഈ ഒരു ലീഫിലൊക്കെ പറ്റിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഫിൽറ്ററിന് വലിയ വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയാണ്. നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, ഇതൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വെള്ളം ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകുന്ന ഫില്ല് ചെയ്യണം. പിന്നെ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാന്റ്സ് എല്ലാം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇഷ്യൂ മാത്രമാണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. നല്ല പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വളരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ആറ്റുമീനെ കൊണ്ടിട്ടുണ്ടായിരുന്നു, അക്വേറിയം ഫിഷ് അല്ലാതെ. അപ്പോൾ അതിനെല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നല്ല ഭംഗിയായിരുന്നു കടന്ന് കാണാൻ. പക്ഷേ അത് ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ അഗ്രസീവ് സ്വഭാവം കാണിച്ചപ്പം ഞാൻ തന്നെ അതിനെ തിരിച്ചാറ്റി തന്നെ കൊണ്ടുവിട്ടു. ഇപ്പോൾ കിടക്കുന്നതെല്ലാം ടെട്ര, സീബ്ര അങ്ങനെയുള്ള സാധാരണ നമ്മൾ നോർമലി കാണുന്ന ഫിഷസ് ആണ്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് ഷ്രിംസിനെ ഞാൻ കൊണ്ടിട്ടായിരുന്നു. അതിൻ്റെ പൊടി പോലും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് ഈ ടെട്ര ഈ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു ഫിഷായത്. അപ്പോൾ ഈ ടെട്ര അതിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സംശയം. ഇപ്പോൾ എന്തായാലും അതിനൊന്നും കാണാനില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാന്റ് അക്വേറിയം പണിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു സജഷൻ പറയാനുള്ളത്, നമുക്ക് ഈ പ്ലാന്റ് അക്വേറിയം പണിതുകൊണ്ട് യാതൊരു വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് ഈ ഒരു ലോ ബഡ്ജറ്റ് പണിത് എനിക്ക് ഇതിനകത്ത് വലിയ മെയിൻ്റനൻസും കാര്യങ്ങളും വന്നില്ല. എന്നാലും മാസത്തിലൊരിക്കൽ നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ആൽഗയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കളയണം. അത് നമുക്ക് വെള്ളം റീഫിൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ പിഴ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആൽഗയുടെ ഇഷ്യൂ ഭയങ്കരമായിട്ട് കയറി ഉണ്ടാകും. ഈ ആൽഗ ഇഷ്യൂ ടാങ്കി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഒരു കാണാനുള്ളൊരു ക്വാളിറ്റി മൊത്തത്തിൽ നഷ്ടപ്പെടും. പിന്നെ അതുകൊണ്ട് ചെടികൾ ട്രിം ചെയ്ത് നിർത്തുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ചെടികൾ ഓവറായിട്ട് വളർന്ന് ഇതുകൊണ്ട് കാട് കിടക്കാൻ നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് അക്വേറിയം അടിപൊളിയാണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ മെയിൻ്റനൻസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്കൊന്നും മറ്റുള്ള സാധാ അക്വേറിയം വെക്കുന്നതിനെക്കാട്ടി നല്ല ഭംഗിയാണ് നമ്മൾ ഈ പ്ലാന്റ് അക്വേറിയം ചെയ്ത് വെച്ച് കാണാനായിട്ട്. അപ്പോൾ നമുക്കും ഇത് പ്ലാന്റ് അക്വേറിയം ചെയ്യുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. കറക്റ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളും ആയിരിക്കണം. പിന്നെ ഇതിനുവേണ്ടി ഒരു പവർ
സോഴ്സ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കരുതിയിടണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ വർക്കിംഗ് ആയിട്ട് കിടക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യമൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് അക്വേറിയം അടിപൊളിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് പ്ലാന്റ് അക്വേറിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നേരെ എൻ്റെ പ്ലെയിൻ ലിസ്റ്റ് എടുക്കുക. പ്ലാന്റ് അക്വേറിയം എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്ലാന്റ് അക്വേറിയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദയവായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദയവായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.